സറാഹ ഫോക്കസ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിസ്റ്റർ ജമാൽ ഇസ്മായിൽ. 32 വർഷമായിട്ട് സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ കമ്പനിയുടെ ഹോൾഡിംഗ് ഗ്രൂപ്പിൻ്റെ CFO ആയി വർക്ക് ചെയ്ത് നിലവിൽ ബറക്ക കൺസൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടിംഗ് ഗ്രൂപ്പിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്ന ജമാൽ സാഹിബാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജമാൽ സാഹിബ് സൗദി അറേബ്യനെ കുറിച്ച് വളരെ ഇൻഡെപ്തായിട്ട് പഠിക്കുകയും നിലവിൽ ഒരുപാട് കമ്പനികൾക്ക് കമ്പനി ഫോർമേഷന് സഹായിക്കുകയും ഒരുപാട് കമ്പനികളുടെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. സ്വാഗതം. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഒരുപാട് മാസങ്ങളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫെബ്രുവരി മുതൽ തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓഡിറ്റിൻ്റെ ഡെഡ് ലൈനും ഏപ്രിൽ 30 അറിയുന്ന ഒരു ക്രൂഷ്യൽ ഡെഡ് ലൈന് കടന്നു പോകുന്നത് കാരണം, തിരക്കുകൾ കാരണമാണ് നമ്മളിതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തത്. ഏതായാലും ഈ ഒരു ദിവസം നമുക്കിങ്ങനെ കിട്ടിയതിൽ വളരെ അധികം സന്തോഷം. സൗദി അറേബ്യ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വിഷൻ 2030 ഭാഗമായിട്ട് വലിയ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ. ആർക്കാണ് ആക്ച്വലി സൗദി അറേബ്യയിൽ ഒരു കമ്പനി തുടങ്ങാൻ പറ്റുക? സൗദി അറേബ്യ ഈ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിലാണുള്ളത്. നമ്മളൊന്നും വിചാരിക്കുക പോലും ചെയ്യാത്തത്രയുള്ള വലിയൊരു മുന്നേറ്റത്തിൻ്റെ പാതയിലാണുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ വേൾഡ് എക്സ്പോ വരുന്നുണ്ട്, അതേപോലെ തന്നെ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് സംഗതി, കൂടാതെ തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് എക്സിബിഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറേയധികം മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മിസ എന്ന് പറയുന്നത്. മിസ, അതെ. അത് നേരത്തെ സാഗിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ്. അത് പിന്നീട് റീനെയിം ചെയ്യപ്പെട്ട് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത്തരം സംഗതികൾക്ക് ഫോറിനേഴ്സിന് വേണ്ടുന്ന ലൈസൻസ് അനുവദിക്കുന്ന അതോറിറ്റി. ഓക്കെ. അപ്പോൾ ഇവിടെ കമ്പനി, ഒരു വ്യക്തിക്ക് കമ്പനി ഇവിടെ തുടങ്ങാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇവിടെ ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യക്ക് പുറത്തു നിന്നുള്ള ഒരു കമ്പനി കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് ഇവിടെ ഒരു കമ്പനി തുടങ്ങാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഇവിടെ ഒരു ഫോറിനർക്ക് ഇവിടെ നിന്നുകൊണ്ട് കമ്പനി തുടങ്ങാൻ പറ്റില്ല എന്നുള്ളത്? പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു വ്യക്തിക്ക്, ഇവിടെ ഉള്ള ഒരു വ്യക്തിക്ക് കമ്പനി തുടങ്ങാൻ കഴിയില്ല. ഇനി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീമിയം വെക്കാമ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രീമിയം വെക്കാമ അത് വേറൊരു ലെവൽ ഓഫ് സംഗതികളാണ്. മാത്രമല്ല അതിന് കുറച്ചുകൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്ന ഒരു ഏരിയ കൂടെയാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പ്രീമിയം മുക്കാമയിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു പുറത്തു നിന്നുള്ളൊരു കമ്പനിക്ക് വന്ന് ഇവിടെ ഒരു കമ്പനി തുടങ്ങാൻ, ഒരു ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ മാത്രമേ തുടങ്ങാൻ കഴിയുള്ളൂ. ഇപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള ലൈസൻസുകളുണ്ട്, പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ട്രേഡിംഗ് ലൈസൻസാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 100% ഒരു വ്യക്തിയുടെ പേരിൽ ഇവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ഇവിടെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയുടെ പുറത്തു നിന്നുള്ള 3 രാജ്യങ്ങളിലുള്ള പ്രസൻസ് ഉണ്ടാവണം. അല്ലാതെ ഒരു രാജ്യത്തെ കമ്പനിയുടെ മാത്രം ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ തുടങ്ങാൻ കഴിയില്ല. അതേസമയം ഒരു മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ഒരു സർവീസ് മേഖലകളിലോ ഉള്ള ലൈസൻസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒരു രാജ്യത്തുള്ള കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്ന് അത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ UAE കമ്പനിയാണ് ഇവിടെ ബ്രാഞ്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയുള്ള ലീഗലായിട്ടുള്ള അവിടുത്തെ MOA, അവിടുത്തെ ലൈസൻസ്, പിന്നെ 1 വർഷത്തെ ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇത്തരം സംഗതികളാണ് ഇവിടെ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അതേസമയം ട്രേഡിംഗ് ആണെങ്കിൽ 2 ഓപ്ഷൻസാണുള്ളത്. ഒന്നൊരു സൗദി പാർട്ട്ണറുടെ കൂടെ ചെയ്യാം, അതല്ലെങ്കിൽ 100% ഈ കമ്പനിക്ക് ചെയ്യാം. സൗദി പാർട്ട്ണറുടെ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ 27 മില്യൺ റിയാൽ നമ്മൾ ക്യാപിറ്റൽ കാണിക്കേണ്ടതുണ്ട്. അതിൽ മിനിമം 25% സ്റ്റേക്ക് സൗദി ഷെയർ ഹോൾഡർക്ക് കൊടുക്കേണ്ടതായിട്ടും വരും. അതേസമയം 100% ഓണർഷിപ്പ് നമുക്ക് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ 3 രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ടാവുന്ന കമ്പനി ആയിരിക്കണം. മിനിമം 30 മില്യൺ റിയാൽ ക്യാപിറ്റൽ നമ്മൾ CRൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ 5 വർഷത്തിനുള്ളിൽ 300 മില്യൺ റിയാൽ ഇക്വിറ്റി ഇവിടെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ നിയമത്തിൽ പറയുന്നുണ്ട്. അതെ, 300 മില്യൺ. 5 വർഷത്തിനുള്ളിൽ 300 മില്യൺ ഇക്വിറ്റി ഇവിടെ ബിൽഡ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ പ്രാക്ടിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഇത് കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഇതുവരെ അത്ര പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ നിയമത്തിൽ
ഈ സംഗതികളെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അത് ഈ 100% ഓണർഷിപ്പ് ആണെങ്കിൽ മാത്രമേ ഈ ചാലഞ്ച് ഉള്ളൂ. അതെ 25%ൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത് 27 മില്യൺ റിയാൽ ക്യാപിറ്റൽ കാണിക്കണം, 25% സൗദിക്ക് ഷെയർ കൊടുക്കണം, 75% ഈ പുറത്തുനിന്ന് വരുന്ന കമ്പനിക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതിലുള്ളൊരു വിഷയം അപ്പോൾ ഈ 25% സൗദിക്ക് ഷെയർ കൊടുക്കുമ്പോൾ 7 മില്യൺ റിയാലോളം ഏകദേശം അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ വരും. അപ്പോൾ ആ 7 മില്യൺ റിയാലിന് സക്കാത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏകദേശം 1,80,000 റിയാലോളം ഓരോ വർഷവും സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പലരും ഇത് ശ്രദ്ധിക്കാതെയൊക്കെ കമ്പനി ഫോം ചെയ്ത് പിന്നെ ക്ലോസ് ചെയ്ത ഘട്ടത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇങ്ങനെ സൗദി ഷെയർ ഹോൾഡറിന് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിന് 2.5% സക്കാത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം സൗദിൻ്റെ ക്യാപിറ്റലിന് മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. ഫോറിനേഴ്സിന് സക്കാത്തില്ല. അവർക്ക് എന്താണോ അവർ നെറ്റ് പ്രോഫിറ്റ് എന്താണോ അതിൻ്റെ 20% ഇൻകം ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 75% ഹോൾഡ് ചെയ്യുന്ന ഫോറിനർക്കും സൗദിക്കും 25% ഹോൾഡ് ചെയ്യുന്ന സൗദിക്കും രണ്ട് കാൽക്കുലേഷൻ വരും. രണ്ട് കാൽക്കുലേഷനാണ്. സൗദിയെ സംബന്ധിച്ചിടത്തോളം സക്കാത്താണ്, പിന്നെ ഫോറിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് ആണ്. അപ്പോൾ ഈ സക്കാത്ത് 2.5% ആണ്. യെസ്, സക്കാത്ത് ഓൺ പൂൾ, സക്കാത്ത് പൂൾ വർക്കൗട്ട് ചെയ്യണം. അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട വിഷയമാണത്. മാത്രമല്ല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് സക്കാത്തിൽ ഈ കഴിഞ്ഞ 2024 വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് പിന്നെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം. മറ്റേതിപ്പോൾ ഫോറിൻ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ ഒരു 100 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടെങ്കിലും അവർക്ക് അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലി നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ, എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതിന് 20% ടാക്സ് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടക്കുക? അതെ, തീർച്ചയായിട്ടും എല്ലാ കമ്പനികളും ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓഡിറ്റിൻ്റെ വിഷയം സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആർക്കും ഓഡിറ്റ് വേണ്ട എന്നുള്ളതായിരിക്കും ഒന്നും കൂടിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതായത് ഈ സൗദി ഓണർഷിപ്പിലുള്ള മോസസകളുണ്ടല്ലോ, എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, അത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു ഓഡിറ്റ് നിർബന്ധമല്ല. മാത്രമല്ല അവർക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നിർബന്ധമല്ല. അവർക്ക് രണ്ട് രീതിയിൽ സൗദി ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യാം. ഈ അക്കൗണ്ടിങ് മെത്തേഡിൽ പോകണോ അതോ എസ്റ്റിമേറ്റഡ് മെത്തേഡിൽ പോകണോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അക്കൗണ്ടിങ് മെത്തേഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തന്നെ നമുക്ക് തന്നെ ഒരു ഇൻഡിവിജ്വലായിട്ട് ആ സൗദിക്ക് തന്നെ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഒരു ഓഡിറ്ററുടെ ആവശ്യം വരുന്നില്ല മോസസുകളാവുന്ന സമയത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾ SME എന്ന് പറയും, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, അതിപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. കമ്പനി ലോ പുതിയത് വന്നപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളൊരു മാറ്റമാണ്. അതായത് ചെറുകിട സ്ഥാപനം, ചെറിയ കമ്പനികൾക്ക്, മോസസ് അല്ല, കമ്പനികൾക്ക് പോലും ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അതായത് 10 മില്യൺ റിയാലിൽ കുറവാണ് 10 മില്യൺ റിയാലിൽ കുറവാണ് സെയിൽസ് എങ്കിൽ റവന്യൂ. അതേപോലെ തന്നെ 10 മില്യണിൽ കൂടുതൽ അസറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഫിക്സഡ് അസറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ മൂന്നാമതൊരു കണ്ടീഷൻ 49 കുറവ് തൊഴിലാളികളെ ഉള്ളൂ എങ്കിൽ, 49 കൂടുതൽ തൊഴിലാളികൾ ഇല്ല എങ്കിൽ, ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ഇതിലേതെങ്കിലും 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ട, അവർക്ക് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇൻഹൗസ് ഡ്രാഫ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് അത് കവായ്മിൽ അപ്ലോഡ് ചെയ്താൽ മതിയാവും. മറ്റുള്ള എല്ലാ കമ്പനീസിനും ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്സ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ടൈം ലൈൻ എങ്ങനെയാണ്? അതിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 2 തരത്തിലുള്ള ടൈം ലൈനാണുള്ളത്. ഒന്ന് സക്കാത്തിൻ്റെ ടൈം ലൈൻ. April 30 ആണ് സക്കാത്തിൻ്റെതായിട്ടുള്ള ഒരു ടൈം ലൈൻ വരുന്നത്. April 30 മുമ്പ് സക്കാത്തിൻ്റെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇൻകം ടാക്സും അത് രണ്ടും അതെ, സൗദി ഷെയർ ഹോൾഡറിന് സക്കാത്തും ഫോറിൻ ഷെയർ ഹോൾഡറിന് ഇൻകം ടാക്സും April 30 മുമ്പ് അത് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അതിന് ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. മിക്കവാറും ആളുകളെല്ലാം ഒരു ഡ്രാഫ്റ്റ് ഫൈനാൻഷ്യൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഫയൽ ചെയ്യാണ് ചെയ്യുക. കാരണം ആ സമയം കൊണ്ട് ചിലപ്പോൾ ബാലൻസ് ഷീറ്റ് ആയിക്കൊള്ളണമെന്നില്ല, ഓഡിറ്റഡ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഡ്രാഫ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് സക്കാത്ത് ഫയൽ ചെയ്യാം. അതിനുശേഷം പിന്നെ മറ്റൊരു ഡെഡ് ലൈൻ ഉള്ളത് ജൂൺ 30 ആണ്. ജൂൺ 30-ക്കുള്ളിൽ ഈ പറഞ്ഞ ഡ്രാഫ്റ്റിനെല്ലാം ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് അത് മിനിസ്ട്രി ഓഫ് കോമേഴ്സിൻ്റെ കവായിം എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്, ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്.
ഇതൊക്കെ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൻ്റെതാണല്ലോ അതെ അതെ, പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ. ഇവിടെ ജനുവരി ടു ഡിസംബർ ആണ് സൗദി അറേബ്യയിലെ ഫിനാൻഷ്യൽ. അങ്ങനെ നിർബന്ധമില്ല കേട്ടോ, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്. അങ്ങനെ ജാനുവരി ടു ഏപ്രിൽ 31 ഡിസംബറിന് ആവണം എന്നില്ല. നമുക്കിനിപ്പോൾ ചിലപ്പോൾ പുറത്തൊക്കെ ഏതെങ്കിലും കമ്പനികൾ, ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, അവിടെയൊക്കെ ചിലപ്പോൾ ഡിഫറെൻറ്റ് പീരീഡ് ആയിരിക്കും. അപ്പോൾ അത്തരം പാരൻറ്റ് കമ്പനീസിന് ആ രീതിയിലേക്ക് ഇവിടെയുള്ള ഫൈനാൻസ് സിസ്റ്റമിന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സക്കാത്ത് അനുവദിക്കും. നമ്മളവരടുത്ത് ആദ്യം തന്നെ പറഞ്ഞ് ആ പീരീഡ് മാറ്റിച്ചാൽ മതിയാവും. പക്ഷേ ഏത് പീരീഡ് ആണെങ്കിലും എന്നാണോ നമ്മളൊരു 1 ഇയർ പീരീഡ് കൊടുക്കുന്നത്, ആ പീരീഡ് മുതൽ 4 മന്തിനുള്ളിൽ 4 മാസത്തെ സമയം അനുവദിക്കും ഈ സക്കാത്തും ഇൻകം ടാക്സും പേ ചെയ്യാനായിട്ട്. ഓക്കെ, അതൊരു പുതിയ അറിവാണ്. അതെ അതെ. അപ്പോൾ ഈ ഏപ്രിൽ 30 എന്നുള്ള ഡെഡ് ലൈന് അവർക്ക് ഇപ്പം മാർച്ച് 31 ആണെങ്കിൽ മാർച്ച് 31 ബുക്ക് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ, ഫിനാൻഷ്യൽ ഇയർ അവരുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് 4 മാസത്തെ ടൈം ഉണ്ടാവും സക്കാത്ത് ഫയൽ ചെയ്യാനുള്ളത്. ശരി, ഓക്കെ. പിന്നെ 2 months ടൈം. അതെ, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ 2 months ടൈമിൻ്റെ ഉള്ളിൽ, അതായത് ഓവറോൾ 6 month പീരീഡ് ആണ് ഉണ്ടാവുക നമുക്ക്. ഓക്കെ, ഫ്രം ദ ക്ലോഷർ ഓഫ് ദ ബുക്സ് ഫോർ ദ ഇയർ എൻഡിങ്. ഓക്കെ. അപ്പം ഇതിൽ ഈ ഓഡിറ്റേഴ്സിനെ സെലക്ട് ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് അതൊരു വലിയ മാനദണ്ഡം തന്നെ. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഈ സൗദി സോക്പ ആണെങ്കിലും ഈ ഓഡിറ്റേഴ്സിനെ കൺട്രോളിങ് അതോറിറ്റിയാണ് സോക്പ. അതുപോലെ തന്നെയാണ് പിന്നെ ഈ കമ്പനി മിനിസ്ട്രി ഓഫ് കോമേഴ്സ്, ഇവരൊന്നും, അല്ലെങ്കിൽ സാറ്റ്ക, സക്കാത്ത് ആൻഡ് ടാക്സ് കസ്റ്റംസ് അതോറിറ്റി, ഇവരൊന്നും തന്നെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓഡിറ്റേഴ്സിനെ കൊണ്ട് ബാലൻസ് ഷീറ്റ് ചെയ്യിക്കണം എന്ന് പറയുന്നില്ല, നിർബന്ധമില്ല. എന്നിരുന്നാലും നമ്മളൊരു ഓഡിറ്ററെ ഫൈനലൈസ് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നൊരു ടെൻഡൻസി, ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിലൊക്കെ നമ്മൾ കാണുന്ന ടെൻഡൻസി, ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന, ഇപ്പോൾ നമുക്ക് പുതിയ ക്ലയൻസ് ഒക്കെ വരുമ്പോൾ അവർ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റൊക്കെ ഓഡിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് നമുക്ക് കാണാൻ കഴിയും അതിനകത്ത് ഒരുപാട് പിന്നെ ഡിസ്ക്ലെയിമേഴ്സ്, ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഒക്കെ എഴുതിയിട്ടുള്ള ബാലൻസ് ഷീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് എവിടെയാണ് നമുക്ക് ചീപ്പറായിട്ട് ചെയ്യാം. അത് സാധാരണ ടെൻഡൻസി തന്നെയാണല്ലോ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിനകത്ത് ഒരുപാട് കോൺസിക്വൻസസ് ഭയങ്കര ആയിരിക്കും അതിന്. കാരണം ഈ കുറേ ഓഡിറ്റേഴ്സൊക്കെ ഇപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ചിലപ്പോൾ ഒന്നും ഓഡിറ്റ് തന്നെ ചെയ്യില്ല. നമ്മൾ കൊടുക്കുന്ന ഫയൽ എന്താണോ, ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റ് ഏൽപ്പിക്കുക, കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവരേതെങ്കിലും ഒരു ഓഡിറ്ററിനെ സമീപിക്കും. അവരതിങ്ങനെ ഒന്ന് മാച്ച് ചെയ്ത് ഫിഗേഴ്സൊക്കെ മാച്ച് ചെയ്തുകൊണ്ട് ജസ്റ്റ് ബാലൻസ് ഷീറ്റ് സൈൻ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് എൻഡ് ഓഫ് ദി ഡേ ഇതിന് പിന്നീട് ഒരു ടാക്സ് ഓഡിറ്റ് വരാനുണ്ട് സക്കാത്തിൻ്റെ ഭാഗത്തുനിന്ന്. അതൊക്കെ വരുന്ന സമയത്ത് ഈ ഓഡിറ്റർക്കല്ല നോട്ടീസ് പോവുക, ഈ ക്ലയൻറ്റിനാണ് നോട്ടീസ് പോവുക, ഈ ടാക്സ് പേയർക്കാണ് നോട്ടീസ് പോവുക. ആ സമയത്ത് ഈ ഓഡിറ്റർ ചിലപ്പോൾ ഉണ്ടായി തന്നെ വരില്ല. ഓഡിറ്റർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഒന്നും ഇതിലില്ല. ഇല്ല, അത് സത്യത്തിൽ ഈ ഓഡിറ്റർക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. പക്ഷെ അവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത് വാങ്ങിക്കും. കാരണം അവരതിൽ പറയുന്ന ഇത് അതാ പറഞ്ഞാൽ, അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ഓഡിറ്റർ വലിയ ലെങ്തി പ്രോസസ്സാണ്. കാരണം ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓഡിറ്ററിൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും ഓഡിറ്റ് റിപ്പോർട്ടിൽ. അതാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ ഓഡിറ്റർ ഒപ്പീനിയൻ എഴുതുന്ന സമയത്ത് ഈ കൃത്യമായിട്ട് രേഖകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവർ ഡിസ്ക്ലെയിമർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനകത്ത് ഞങ്ങൾക്കൊന്നും അതിനകത്തൊന്നും പറയാനില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഓഡിറ്റ് ആണെങ്കിൽ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നാണ് പറയുക. പിന്നെ ചില കേസുകളിൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില പെർട്ടിക്കുലർ പോയിന്റുകൾ മാത്രം മെൻഷൻ, ഞങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ സെയിൽസും പർച്ചേസിൻ്റെ ഒന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്, അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യുന്നതിന് ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള ഒപ്പീനിയൻസ് ഓഡിറ്റേഴ്സ് മെൻഷൻ ചെയ്യും. അപ്പോൾ ഇതെവിടെ പ്രശ്നം വെച്ചപ്പോൾ ഇതുമായിട്ട് നിങ്ങളൊരു ബാങ്ക് ഫൈനാൻസിങ്ങിനോ ഒക്കെ പോകുന്ന സമയത്ത് ഇത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഒരു നല്ലൊരു ഓഡിറ്ററിനെ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഇതൊരു ഇൻ കേസ് ഒരു ബിസിനസ് സെയിൽ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ ഒരു ഫൈനാൻസ് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ അത്തരം ബാങ്ക്സ് ഒക്കെ പറയുന്ന പെർട്ടിക്കുലർ ഓഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. അതല്ലാതെ സക്കാത്തും ടാക്സും പേ ചെയ്യുന്നതിന് ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഓഡിറ്ററോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ഓഡിറ്ററോ വേണമെന്ന് നിർബന്ധിക്കാറില്ല. അപ്പോൾ ഈ ഓഡിറ്റേഴ്സിനൊരു സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ സാധാരണഗതി പറഞ്ഞ ബിഗ് ഫോർ എന്നുള്ള KPMG, PwC, ഡിലോയിറ്റ്, പിന്നെ ഏൺസ്റ്റ് & യങ് ഒക്കെ ഉള്ള അത്തരം ഓഡിറ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ A ക്ലാസ് ഓഡിറ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ അത് പേര് പറയുന്നില്ല, ഓഡിറ്റേഴ്സ് ഉണ്ട്. പിന്നെ B ക്ലാസ് ഓഡിറ്റേഴ്സ് ഉണ്ട്, C ക്ലാസ് ഓഡിറ്റേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് വെച്ചാൽ ചില ഓഡിറ്റേഴ്സ്
ചിലപ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത്തരം ഓഡിറ്റേഴ്സാണ് ഈ രേഖകളൊന്നും നോക്കാതെയൊക്കെ പെട്ടെന്ന് സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് പിന്നെ ടാക്സ് നോട്ടീസ് വരുന്ന സമയത്ത് ഈ ക്ലയൻറ്റ് തന്നെ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അന്ന് ഈ ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കൺസൾട്ടൻസോ ഒന്നും ഇപ്പം നിങ്ങൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ടീമല്ല അത് ചെയ്യുന്നതെങ്കിൽ അവർ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ തന്നെ വരില്ല. അപ്പോൾ അന്ന് വീണ്ടും നിങ്ങൾ വേറെ ടീമിനെ അന്വേഷിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അന്വേഷിച്ചാൽ പോലും ഇപ്പോൾ നമ്മുടെ അടുത്തേക്കാണ് ടാക്സ് നോട്ടീസും കൊണ്ട് വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പ്രയാസമാവും. കാരണം തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് നല്ലൊരു ക്ലയൻറ്റ് വന്നിരുന്നു. 500 മില്യൺ ടേൺ ഓവറുള്ള ക്ലയൻറ്റാണ്. 2023 ബാലൻസ് ഷീറ്റ് അത് ഫിക്സ് ചെയ്യാൻ ഞങ്ങൾക്ക് 6 മാസം എടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒന്നുമില്ല. 500 മില്യൺ ടേൺ ഓവറുള്ള കമ്പനിയാണ്. അതായത് ഈ ചെയ്ത ടീമിന് ഇത് എങ്ങനെയാണ് ഈ ഇതിലേക്ക് ഫിഗേഴ്സ് വന്നതെന്നോ, അപ്പോൾ ഈ ഇതിൽ കുറേ സംഗതികളുണ്ട്. ഇമ്പോർട്ട് മാച്ച് ചെയ്യണം, അതേപോലെ തന്നെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റിൻ്റെ പ്രൊവിഷൻസ് ഇടണം. ഇതിനകത്തൊക്കെ നിയമങ്ങളുണ്ട്. എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് എംപ്ലോയീസിൻ്റെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ മക്തബലമല്ല നിയമമുണ്ട്, അത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ വാറ്റിൽ കൊടുത്തിട്ടുള്ള ഫിഗേഴ്സ് മാപ്പ് ചെയ്യണം. അങ്ങനെ ഇതെല്ലാം മാപ്പ് ചെയ്യുന്ന സമയത്താണ് അത് നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഓഡിറ്റ് ഫയൽ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ടാക്സ് ഓഡിറ്റ് വരുന്ന സമയത്ത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയുള്ളൂ. അത് വേറൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് ഓഡിറ്റിന് നമുക്ക് 5 വർഷത്തിനുള്ളിൽ എനി ടൈം നമുക്ക് ടാക്സ് ഓഡിറ്റ് വരാം, സക്കാത്ത് ഓഡിറ്റ് വരാം. 5 വർഷം വരെ സമയമുണ്ട്. അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും സാധാരണഗതിയിൽ അതിനുശേഷം വരാം. പക്ഷേ സാധാരണഗതിയിൽ 5 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ്. കേൾക്കാറുണ്ട്. അല്ല, അതാ പറഞ്ഞത്. അതായത് 10 ഇയേഴ്സ് അല്ല, നിയമം പറയുന്ന 5 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് ഓഡിറ്റ് സാധാരണഗതിയിൽ വരിക. പിന്നെ വാറ്റ് ഓഡിറ്റ് ആണെങ്കിൽ 6 വർഷത്തിനുള്ളിലും വരും. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിനകത്ത് അതിന് ശേഷം വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു സ്പെഷ്യൽ സർട്ടൺ കേസിലല്ല അവർക്ക് വല്ല റിപ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ആസ്ക് us. അപ്പോൾ പക്ഷേ സാധാരണഗതിയിൽ 5 വർഷത്തിനുള്ളിൽ വരും. അപ്പോൾ ഈ ഓഡിറ്റ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് ഇത്തരം ടാക്സ് ഓഡിറ്റ്സ് വരുന്ന സമയത്ത് പെനാൽറ്റികൾ വരും. ഓക്കെ, അത് പല ടൈപ്പ് ഓഫ് പെനാൽറ്റീസ് ആയിരിക്കും. അതെ, വെരി ഹെവി പെനാൽറ്റീസ് ഒക്കെ. എത്ര വരെയൊക്കെ പോവാ ഈ പെനാൽറ്റി? പെനാൽറ്റികൾ അത് പലതരത്തിലുള്ള റേഞ്ചിലുള്ള പെനാൽറ്റികളാണുള്ളത്. അതായത് ഒന്ന്, ഇത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ, April 30 വരെ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പെനാൽറ്റി. ഇനി ഫയൽ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയും ഡിഫറെൻറ്റ് ലെവൽസിലുള്ള പെനാൽറ്റീസാണ് ഉണ്ടാവുക. ഇനി June 30 ഞാൻ പറഞ്ഞല്ലോ കവായ്മിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്, അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയും പെനാൽറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള പെനാൽറ്റീസ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എത്ര ക്യാപിറ്റൽ ഉണ്ടെന്നും ഈ കമ്പനിക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ടെന്നും എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് നോക്കിയിട്ടാണ് അതിൻ്റെ പെനാൽറ്റി വരിക. അത് 4000 മുതൽ 8000 വരെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും വരുന്ന തരത്തിലുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം അങ്ങനെ പെനാൽറ്റി വന്നൊക്കെ കുറേ അധികം ആളുകൾക്കൊക്കെ വേവ് ചെയ്ത് കൊടുത്തിരുന്നു. കാരണം ഇത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് കൊടുത്തായിരിക്കാം. പക്ഷേ ഈ പ്രാവശ്യം നമുക്കിപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇത് വ്യൂവേഴ്സിനെ അറിയിക്കാനുള്ളത് June 30 എന്നുള്ളൊരു ഡെഡ് ലൈൻ ഉണ്ട്. അത് സ്ട്രിക്റ്റ് ആയിട്ട് മിനിസ്റ്റർ ഓഫ് കോമേഴ്സ് ഫോളോ ചെയ്യും. അതിനുള്ളിൽ നമ്മളെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് കവായ്മിൽ അപ്ലോഡ് ചെയ്യണം, മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പെനാൽറ്റി പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഓഡിറ്റേഴ്സ് ഈ 2 ഡെഡ് ലൈനുകളും ശ്രദ്ധിക്കണം. അതുപോലെ ഓഡിറ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നിടത്തും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു 5 വർഷം വരെ നമ്മൾ അതിനെ പേടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും എന്നുള്ളതാണ്, ഇൻ കേസ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ. അതാണ് ഇവിടെ നോക്കും. ഇവിടെ ഈ ഇൻകം ടാക്സിന് എപ്പോഴും പെനാൽറ്റി ഉണ്ടാവും, സക്കാത്തിന് പെനാൽറ്റി ഉണ്ടാവില്ല കേട്ടോ. സക്കാത്തിന് ഇനി അഥവാ നമുക്ക് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ഓഡിറ്റ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവർ ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ചിലപ്പോൾ ചില എക്സ്പെൻസുകളൊക്കെ റിജക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ദാറ്റ്കാരുടെ ഭാഗത്ത് നിന്ന് ക്വാളിഫൈഡ് അല്ലാത്ത എക്സ്പെൻസുകൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ലൊരു ഓഡിറ്ററും നല്ലൊരു കൺസൾട്ടൻ്റൊന്നും അല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സ്പെൻസുകൾക്ക് അങ്ങ് കയറ്റിയിട്ട് ഇങ്ങോട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ആ സമയത്ത് അത് ഗോ ത്രൂ ചെയ്യും. കാരണം ഈ ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, സാർക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബില്ല് വരാം, നമുക്ക് സക്കാത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ പിന്നീട് ഇത് പ്രശ്നം വരുന്ന ടാക്സ് ഓഡിറ്റ് വരുമ്പോൾ നമുക്കിതിന് കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, സക്കാത്ത് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്തിട്ട് അത് മുഴുവൻ ആഡ് ബാക്ക് ചെയ്തിട്ട് നമ്മളോട് അതിന് 20% ടാക്സ് പേ ചെയ്യാൻ വേണ്ടി പറയും, ഇൻകം ടാക്സ്. പക്ഷെ അതിൽ വരുന്ന സക്കാത്തിൻ്റെ പോർഷന് പെനാൽറ്റി ഉണ്ടാവില്ല. പക്ഷെ ആ സക്കാത്ത് മാത്രം കൊടുത്താൽ മതിയാവും. പക്ഷേ ഇൻകം ടാക്സിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല. ഉദാഹരണത്തിന് 1 മില്യൺ റിയാലിൻ്റെ എക്സ്പെൻസ് റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ 1 മില്യൺ റിയാലിന് 20% 200,000 റിയാൽ നമ്മളോട് ടാക്സ് പേ ചെയ്യാൻ പറയും. അവിടെ തീരുന്നില്ല. ഇപ്പോൾ നമുക്കൊരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഓഡിറ്റ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 200,000 മേൽ നമുക്ക് വന്നിട്ടുള്ള 200,000 എക്സ്ട്രാ സക്കാത്ത് ടാക്സ് ഉണ്ടല്ലോ, ഇൻകം ടാക്സ് ഉണ്ടല്ലോ, അത് കൊടുക്കും വേണം. അതിൻ്റെ കൂടെ ഓരോ ശതമാനം ഓരോ മാസത്തിനും വെച്ചിട്ട് എന്ത് ചെയ്യണം, പെനാൽറ്റിയും കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഡിലേ ആയ ഓരോ മാസത്തിനും 1% വെച്ചിട്ട് പെനാൽറ്റി കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊരു ഭീമമായിട്ടുള്ള സംഖ്യയായിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യും, ഏതെല്ലാം എക്സ്പെൻസസ് നമുക്ക് കവറപ്പ് ചെയ്യാം, ഏതെല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതെല്ലാം
പിന്നെ അവിടെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങൾ വേറെ ഉണ്ട്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ കംപ്ലീറ്റ് ഇൻ എ ഷോർട്ട് ഇൻ്റർവ്യൂ. ഈ ഒരു എക്സ്പെൻസിൻ്റെ കാര്യം പറയുമ്പം ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരുപാട് നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ പുതിയ കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് ഷെയർ ഹോൾഡേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഷെയർ ഹോൾഡേഴ്സൊക്കെ തന്നെ സാലറിയും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു സാലറി എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ എക്സ്പെൻസിൽ ക്വാളിഫൈഡ് ആവുമോ, അതല്ല അതിലെന്തെങ്കിലും നിയമ തടസ്സം ഉണ്ടോ? നല്ലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം ഞാനിതൊരു 3 വർഷം മുമ്പ് ഒരിക്കൽ കൂടി ഫോക്കസിനോട് നന്ദി പറയാണ്. ഫോക്കസിൻ്റെ ബാനറിൽ നമ്മളൊരു സെമിനാർ ചെയ്യേണ്ടായി. അന്ന് നമുക്ക് 150-200ഓളം അടുത്ത ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമ്മളതിനകത്ത് ഒരുപാട് അക്കൗണ്ടിങ് ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, അവിടെയും നമ്മൾ പറഞ്ഞിരുന്നു ഷെയർ ഹോൾഡേഴ്സിന് സാലറി എടുക്കാൻ പറ്റില്ല. ഇൻകം ടാക്സിൽ ലോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ല ഒരു പടി കൂടെ കടന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിലേറ്റീവ്സിന് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബെനിഫിറ്റ്സും കമ്പനിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അവരത് ആ മെഷർമെൻറ്റ് ചെയ്യാന്നുള്ള അറിയാം, അതെങ്ങനെയാണത് ഇവർ പിന്നെ റിലേറ്റീവ്സ് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ള അറിയില്ല. പക്ഷേ നിയമം അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് റിട്ടേൺ ആയിട്ട് ലിഖിതമായിട്ടുള്ള നിയമമുണ്ട്. ഇൻകം ടാക്സ് ലോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ക്ലയൻസിനൊക്കെ നോട്ടീസ് വരുന്നില്ല. ഇപ്പോൾ പല ആൾക്കാർക്കും കാണും അതിൽ പറയുന്നുണ്ട്. അതായത് സാലറീൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഓണേഴ്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും സാലറി വേറെ കാണിക്കാൻ പറഞ്ഞിട്ട് പറയുന്ന നോട്ടീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതായത് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാലറി അവരത് ആഡ് ബാക്ക് ചെയ്യുകയും അതിൻ്റെ മേലെ 20% ടാക്സും അതിൻ്റെ കൂടെ 1% പെനാൽറ്റി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 1% പെനാൽറ്റി ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ സാലറി ആഡ് ബാക്ക് ചെയ്തുകൊണ്ട് അതിന് 20% വരും. അതിന് അവരത് കണ്ടെത്തുന്ന എപ്പോഴാണ്, ഒരു ടാക്സ് ഓഡിറ്റ് വരുമ്പോഴേ കണ്ടെത്താൻ കഴിയുള്ളൂ. ടാക്സ് ഓഡിറ്റ് വരുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. ഓണേഴ്സിൻ്റെ സാലറി ചോദിക്കും, ഓണേഴ്സിൻ്റെ എക്സിറ്റ് എൻട്രീൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഇതെല്ലാം നോക്കിയിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിയും അത്. അപ്പോൾ ഇതൊരു വെരി ട്രിക്കി സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെയാണ് ഇതിന് അവർക്ക് വേണ്ട ചിലവിന് വേണ്ട പൈസ എടുക്കുക? അതും അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് സാലറി എടുക്കാമല്ലോ, ഷെയർ ഹോൾഡേഴ്സിന് സാലറി എടുക്കാൻ ഇത് ഇൻകം ടാക്സ് നോൺ ഡിഡക്റ്റബിൾ ആവുന്നതേ ഉള്ളൂ. അതിന് പരിഹാര മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ വേറൊരു ട്രിക്കി ടെക്നിക്കലായിട്ടുള്ളൊരു വിഷയമുണ്ട്. ഇപ്പോൾ ഈ മുദാദ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സാലറി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുദാദിൽ ലോഡ് ചെയ്ത് കൊടുക്കും ആ ഫയൽ. അപ്പോഴാണ് എല്ലാ എംപ്ലോയീസും. അപ്പോൾ അവിടെ നിന്ന് ചോദ്യം വരാറുണ്ട്, എന്തുകൊണ്ട് സാലറി ഒരു പെർട്ടിക്കുലർ എംപ്ലോയിക്ക് നമ്മൾ സാലറി ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ വരും, അത് ഷെയർ ഹോൾഡർ ആണെങ്കിൽ ചോദിക്കും. അപ്പോൾ അത്തരം സംഗതികൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നമ്മളത്തെ മാർഗ്ഗമുണ്ട്. പക്ഷേ ആ മാർഗ്ഗം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് സാലറി എടുക്കാം. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2000-3000 ഒക്കെ ആയിരുന്നു നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിയിലെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ മുൻപ് ഉണ്ടായിരുന്ന സാലറീസ്. ആ സാലറി മുഴുവൻ ഇപ്പോൾ ഇവർ കമ്പനി ഫോം ചെയ്യുന്നതോട് 2000 പോയിട്ട് 40,000 50,000 വരെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉദ്ദേശം വളരെ ക്ലിയർ ആണ്, ടാക്സ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ആ ഉദ്ദേശം സഫലമാകില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും സഫലമാകില്ല. അതിലേറെ ട്രബിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ സാലറി ഒരിക്കലും ക്വാളിഫൈഡ് എക്സ്പെൻസസിൽ വരില്ല. പിന്നെ അവർക്ക് സാലറി എടുക്കാം, അവർക്ക് വേണമെങ്കിൽ അവരുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാം, അവർക്ക് ഡിവിഡൻഡ് എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ വരാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട് ക്ലയൻസ് പലപ്പോഴും. അപ്പോൾ ഒരു 4 പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു കമ്പനിയിൽ. ഓക്കെ, 4 മലയാളി പാർട്ട്നേഴ്സ് ഉണ്ട്. 3 പേര് ചിലപ്പോൾ നാട്ടിലായിരിക്കും, മിക്ക ഷെയർ ഹോൾഡേഴ്സ് നാട്ടിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 3 ഷെയർ ഹോൾഡേഴ്സ് നാട്ടിലായിരിക്കും, ഒരാൾ ആക്റ്റീവ് ആയിരിക്കും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതുണ്ട്. അതിനൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾസിൽ എന്ത് ചെയ്യാം, ആർട്ടിക്കിൾസിൽ നമുക്ക് പിന്നെ അതിനുള്ള ആ വർക്കിംഗ് പാർട്ട്ണർ ആരാണോ അയാൾക്ക് പ്രോഫിറ്റ് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കാം. ആർട്ടിക്കിൾസിൽ എഴുതാം, മെൻഷൻ ചെയ്യാം. 4 ഷെയർ ഹോൾഡേഴ്സ് ആണ്, 25% ആണ് ഷെയർ ഹോൾഡിംഗ് എന്ന് വെക്കാം. ഷെയർ ഹോൾഡിംഗ് പെർസെൻറ്റേജ് അങ്ങനെ ആയിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നവിടെ നമുക്ക് മാറ്റം വരുത്താം.